ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ 1 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുത്ത് ഞാനൊരു യൂസ്ഡ് ഐഫോൺ വാങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഇവൻ എന്താ പ്രാന്താണോ എന്ന്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളിൽ പലർക്കും അറിയാം നമ്മൾ ഓൾറെഡി S22 Ultra ഉപയോഗിക്കുന്ന ആളാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ട് പ്രൈമറി ഡിവൈസ് ആയിട്ട്. പ്ലസ് iPhone 11 എന്ന് പറയുന്ന നല്ലൊരു ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇതിന് പുറമേ പോയിട്ട് ഇത്രയും വില കൊടുത്ത് തീർക്കേണ്ട ഒരു ആവശ്യം നോർമലി ഇല്ല. സോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ കുറ്റം പറയില്ല, ചെറിയൊരു പ്രാന്താണെന്ന് കൂട്ടിക്കോളൂ. കാരണം ഇത് ടൈമും നല്ലതല്ല. ഈ ടൈമിലല്ല ഐഫോൺ വാങ്ങിക്കേണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ള അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഐഫോൺ വാങ്ങിക്കാൻ എപ്പോഴാണ് നല്ല സമയം, എപ്പോഴാണ് വാങ്ങിക്കാൻ പാടില്ലാത്ത സമയം, എല്ലാം അതിൽ പറയുന്നുണ്ട് കാര്യകാരണ സഹിതം. എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. എന്തായാലും ഞാനിത് മേടിച്ചിരിക്കുന്നത് പ്രാന്ത് കൊണ്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഒരു ആവശ്യമുണ്ട്. കാരണം ഈ S22 Ultra എന്ന് പറയുന്നത് സാംസങ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളുടെ ഒരു കിങ് ആണെന്ന് പറയാം. ഈ ഒരു കിങ്ങിനെ ആപ്പിളിൻ്റെ ഈ ഒരു മാക്സ് ഫോണുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക, യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഏതാണ് ഒരു യൂസർ എന്ന ഈ ലോഗോ, ആപ്പിൾ ലോഗോ നോക്കിക്കൊണ്ടല്ല, അല്ലാതെ ഈ രണ്ട് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഒരു യൂസർ എന്ന രീതിയിൽ എനിക്കിതിൽ ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് നോക്കണം. ഏതിൻ്റെ ക്യാമറയാണ് നല്ല പെർഫോമൻസ് തരുന്നത്, ഏതാണ് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോൺ, ഇതൊക്കെ എനിക്ക് ഡയറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനിതിപ്പോൾ എടുക്കുകയല്ലാതെ വേറെ വഴിയേ ഇല്ല. സോ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിത് എടുത്തത്. സോ പ്രാന്താണെന്ന് വിചാരിക്കേണ്ട. എന്തായാലും ഈ വീഡിയോ പക്ഷേ ഈ ഫോണിൻ്റെ പ്രാന്തിനെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും പറയാനുള്ളതല്ല. ഒരു യൂസ്ഡ് ഐഫോൺ വാങ്ങിച്ചപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് വാങ്ങിച്ചത്, നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കപ്പോൾ ഇതുപോലത്തെ ഒരു ഐഫോൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം, 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കാൻ പോവുകയാണ്. ഞാനിത് ഐഫോൺ വാങ്ങിക്കാൻ പോയിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഐഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് OLS വഴി നിങ്ങൾ പരിചയപ്പെടുന്ന ആളുടെ അടുത്തേക്ക് പോകാം, കടയിലേക്ക് പോകാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ പോയി വാങ്ങിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തുകയാണ് എന്ന് വിചാരിച്ചോളൂ. എങ്ങനെയായാലും പുതിയ ഐഫോൺ, നിങ്ങൾ യൂസ്ഡ് ഐഫോൺ വാങ്ങിക്കുമ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്, ജനറലി എല്ലാവരും ചെയ്യുന്നത് തന്നെ, ഫിസിക്കലി ഫോൺ എങ്ങനെയുണ്ട് കയ്യിലെടുത്തിട്ട് ആദ്യം തന്നെ നോക്കുക. ഞാൻ നോക്കി, എൻ്റെ iPhone 13 Pro Max ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ക്ലീനായ ഒരു ഫോണാണ്. ഒരൊറ്റ സ്ക്രാച്ച് പോലും എവിടെയും കാണില്ല. പക്ക ക്ലീനാണ്. ഫ്രഷ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രഷ് ലുക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ്, താഴത്തെ സൈഡ്, മുകളിൽ, ഫ്രണ്ട്, ബാക്ക് എല്ലാം കാണാം. എവിടെയും ഒരു സ്ക്രാച്ച് പോലും ഇല്ല. പക്ക ഫ്രഷ് പീസ് പോലെ ഇരിക്കുന്നുണ്ട്. സോ ഇതിൽ കംപ്ലയിൻസ് ഒന്നും, ഫിസിക്കലി ഡാമേജ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം 100% ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഫോൺ ഏറെക്കുറെ ഫ്രഷ് ആയ ഒരു ഫോൺ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യുക. അതല്ല, ഇത്തിരി പഴയ ഫോണാണെങ്കിൽ കുറച്ച് വിയർ ആൻഡ് ടിയർ, കുറച്ച് യൂസ് ചെയ്തതിൻ്റെ ഡാമേജ് ഒക്കെ കാണും. ബട്ട് അത് ഓവറായിട്ടുണ്ടോ, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതലുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. പ്രത്യേകിച്ചും ഈ കോർണറുകൾ പരിശോധിക്കുക. കാരണം താഴെ വീഴുമ്പോൾ മിക്കവാറും ഈ കോർണർ കുത്തിയിട്ടാണ് വീണിട്ടുള്ളതെങ്കിൽ സീരിയസ് ആയി എന്തെങ്കിലും ഡാമേജ് ഒക്കെ കോർണറിൽ കാണാൻ പറ്റും. സോ അതൊക്കെ നല്ല രീതിക്ക് നോക്കുക, വലിയ കാര്യമായ ഡാമേജസ് ഉണ്ടോ എന്ന്. പിന്നെ ക്യാമറ ലെൻസിൽ കൂടുതൽ സ്ക്രാച്ചസ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കുക. കാരണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ക്വാളിറ്റി പോകും. സോ അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് ഇവിടെ കാണാം, പക്ക ക്ലീൻ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇതിൻ്റെ ബട്ടണുകളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അതേപോലെ ചാർജർ എടുത്തിട്ട് ഒരു ചാർജിങ് കേബിൾ അവരെ നിന്ന് വാങ്ങി കണക്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം അത് ചെക്ക് ചെയ്ത് നോക്കണം, ചാർജ് കയറുന്നുണ്ടെന്നുള്ളത് ഒരു 3-4 പ്രാവശ്യം എടുത്ത് കണക്ട് ചെയ്ത് നോക്കുക. പക്കയായിട്ട് കയറുന്നുണ്ടെങ്കിൽ ബട്ടൺസും പോർട്സും ഒക്കെ ക്ലീൻ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ, ഫിസിക്കലി ഉള്ള ചെക്കിങ് ഈസി ആയിട്ട് നമുക്ക് കഴിഞ്ഞു. എൻ്റെ ഫോണിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല, പക്ക കണ്ടീഷനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ബില്ല് നിർബന്ധമായിട്ടും ചോദിച്ചു വാങ്ങിക്കണം. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു OLS വഴിയാണ് പോകുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ അയാളുടെ ബില്ല് ഉണ്ടാവും. എങ്കിലും നിങ്ങൾ അയാളുടെ ഒപ്പം നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് വെക്കുക. ഇന്ന ആളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത് വെക്കുക. പൈസ കൊടുക്കുമ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കാതെ അത് ഗൂഗിൾ പേ ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഗൂഗിൾ പേയോ അങ്ങനെ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും. സോ എന്തിനാണ് ഈ ബില്ല്, അല്ലെങ്കിൽ അയാളുടെ ഒപ്പം സെൽഫി എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഓൺലൈൻ കൊടുക്കുന്നത്, കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ പോരെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റാണ്, അപകടമാണ്. കാരണം ഇതിന് വാറണ്ടി കിട്ടുമോ എന്നുള്ളതല്ല വിഷയം. വാറണ്ടി കിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് കൊടുത്ത് നന്നാക്കാം, അത് വിഷയമില്ല. ഈ ഫോണിൻ്റെ മെറ്റാ ഡാറ്റ, IME നമ്പർ, ഇതൊക്കെ വെച്ചുകൊണ്ട് പോലീസിന് ഈ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്തിന്? ഇതിൻ്റെ മുമ്പത്തെ യൂസർ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ട്രാക്ക് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫോണിനെ ട്രാക്ക് ചെയ്യാൻ ആ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈ IME ഒക്കെ വെച്ചുകൊണ്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പോലീസ് ശ്രമിച്ച് ട്രാക്ക് ചെയ്തെത്തുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലായിരിക്കും ഈ ഫോൺ. അവർ IME വെച്ചുകൊണ്ടായിരിക്കും വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റാ ഡാറ്റ ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും എത്തുക. അങ്ങനെ എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോൺ വയ്ക്കുന്നത് നിങ്ങൾ കുടുങ്ങും. അങ്ങനെ കുടുങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ, ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഇന്ന ദിവസം ഞാൻ വാങ്ങിച്ചതാണ്, ഇത് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് തെളിവ് കാണിച്ചു കൊടുക്കാം. കടയിൽ നിന്നാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, ബില്ല് വാങ്ങിച്ചാൽ മതി. ഞാൻ ബില്ല് വാങ്ങിച്ചിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് ഞാൻ വാങ്ങിച്ച ഡേറ്റ് ഇട്ട് ബില്ല് വാങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളും ഒന്നില്ലേ ബില്ല് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പൈസ കൊടുത്ത് ഒരു സെൽഫിയൊക്കെ എടുത്ത് ടാറ്റ പറഞ്ഞ് വിടാൻ പുള്ളീനെ. സോ ബില്ല് പ്രൂഫ്, ഈ കാര്യം കൃത്യമായിട്ട് വാങ്ങിക്കാൻ മറക്കരുത്. ഇതാണ് അതിൻ്റെ പ്രശ്നം.
ഇനി അടുത്തതായിട്ട് ഫോൺ ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് വരുമ്പോൾ അതിൽ ലോക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ, സിം ലോക്ക് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവേഷൻ ലോക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോക്കോ പാസ്വേഡോ ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫോൺ വേറെ ആരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതാണ്. വാങ്ങിക്കരുത്, വിട്ടുകളയുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആക്ടിവേഷൻ ലോക്ക് കണ്ട ഒന്നും ചിന്തിക്കേണ്ട, വിട്ടു പോരുക. നമ്മുടെ ഫോണിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് അകത്ത് കയറാൻ പറ്റി. ഇനി അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ഹെൽത്ത്. കാരണം ഈ ഫോണിന് ബാറ്ററി നല്ല രീതിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ സെറ്റിംഗ്സ് എടുക്കുന്നു, ബാറ്ററി എടുക്കുന്നു, ബാറ്ററി ഹെൽത്ത് എടുക്കുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം 100%. നമ്മുടെ ഫോണിനെ സംബന്ധിച്ച് 100% ആണ്. ഒരു ഇഷ്യൂ ഇല്ല. പൊള്ളി ബാറ്ററി ലൈഫാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു 90% എബോവ് ബാറ്ററി ലൈഫ് ഉള്ള ഫോൺ തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഈ യൂസ്ഡ് ഫോൺ വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 13 Pro Max എന്ന ഫോൺ നല്ല ബാറ്ററി ലൈഫുള്ള ഒരു ഫോണാണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. ശരിക്കും ഉണ്ട് കേട്ടോ. ഭയങ്കര ബാറ്ററി ലൈഫാണ്. ഞാൻ ഇമ്പ്രസ് ആയി. ഒരു ആൻഡ്രോയിഡ് ഫോണിലൊക്കെ കാണുന്നതിനേക്കാളും മികച്ചൊരു ബാറ്ററി ലൈഫാണ്. സോ ആ ഒരു ബാറ്ററി ലൈഫ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കാൻ പോകുന്നത്. 90% ബിലോ ആണ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബാറ്ററി ലൈഫ് കിട്ടില്ല. ബട്ട് 90% എബോവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ള ഇപ്പോൾ iPhone 11 ആണെങ്കിലും ഇതിന് കിട്ടുമെന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് 90% എബോവ് ബാറ്ററി ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. 90% ബിലോ ആണെങ്കിൽ ബാറ്ററി ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര കിട്ടില്ല. അപ്പോൾ എപ്പോഴും 90% എബോവ് ബാറ്ററി ലൈഫുള്ള ഐഫോൺ വേണം വാങ്ങിക്കാൻ. പഴയതാണെങ്കിൽ, അതായത് ഇത്തിരി പഴയ ഐഫോണുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ 90% ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിനനുസരിച്ച് വിലയിലും വില പേശി കുറച്ചൊക്കെ മേടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സെറ്റിംഗ്സിൽ ജനറൽ ഒന്ന് കയറുക. ജനറൽ എബൌട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സീരിയൽ നമ്പർ, IMEI നമ്പർ എന്ന് പറഞ്ഞിട്ട് സർവീസ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കാണാം. സർവീസ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൽ സർവീസ് ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് സർവീസ് ഹിസ്റ്ററി ഒന്നും കാണിക്കുന്നില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പാർട്ടുകൾ ജെനുവിൻ പാർട്ട് തന്നെയാണോ കംപ്ലൈൻറ്റ് വന്നിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അൺനോൺ പാർട്ട് റീപ്ലേസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ജെനുവിൻ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇത് കംപ്ലൈൻറ്റ് തീർത്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അങ്ങനെയുള്ള വല്ല സംഭവം ഉണ്ടെന്നുള്ളത് പ്രത്യേകം നോക്കുക. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ഉണ്ടോ നോക്കുക. നമ്മുടെ ഫോണിൽ അതൊന്നുമില്ല, ഇത് പക്കയാണ്. ഓക്കെ, ഇനി ഈ ഫോണിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾക്ക് കാണാം. എൻ്റെ മോഡൽ നമ്പർ M-ലാണ് ആരംഭിക്കുന്നത്. M-ൽ ആരംഭിക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആപ്പിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഡയറക്റ്റ് യൂണിറ്റ് ആണ്. റീഫർബിഷ്ഡ് അല്ല, പേഴ്സണലൈസ്ഡ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റീപ്ലേസ് യൂണിറ്റ് ഒന്നുമല്ല. M ആണ്. M എന്ന് വെച്ചാൽ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ആപ്പിളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രശ്നവുമില്ലാത്ത പക്ക കണ്ടീഷനുള്ള ഫോണാണ്. അപ്പോൾ മോഡൽ നമ്പർ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇനി ഇതിൻ്റെ IMEI നമ്പർ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. iunlocker.com എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ IMEI നമ്പർ അടിച്ചു കൊടുക്കുക. അതുമായിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇതിൻ്റെ ഒരുപാട് വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ഫോൺ iPhone 13 Pro Max 256 GB ആണ്. അതിൻ്റെ IMEI നമ്പറും സീരിയൽ നമ്പറും എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും ലിമിറ്റഡ് വാറണ്ടി ഉണ്ട്, വാറണ്ടി കവറേജും ഒക്കെ ആക്റ്റീവാണ്, വാറണ്ടി എത്ര നാളുണ്ട് ബാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ ഡെമോ യൂണിറ്റ് ആണോ, റീഫർബിഷ്ഡ് യൂണിറ്റ് ആണോ, റീപ്ലേസ്മെൻറ്റ് യൂണിറ്റ് ആണോ, അതെല്ലാം കാണിക്കുന്നുണ്ട്. അതൊന്നുമല്ല, അതൊക്കെ ഇവിടെ നോ അടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ ഏത് കൺട്രിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാം. ഇന്ത്യൻ യൂണിറ്റ് ആണോ, ജപ്പാൻ യൂണിറ്റ് ആണോ, US യൂണിറ്റ് ആണോ, എല്ലാം ഇവിടെ കാണാം. സോ IMEI നമ്പർ എടുത്തിട്ട് ഇതിലടിച്ച് ഒന്ന് സെർച്ച് ചെയ്താൽ ആ ഫോണുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ സീരിയൽ നമ്പർ ഒന്ന് കോപ്പി ചെയ്യുക. നേരെ ചെക്ക് കവറേജ് apple.com എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ഈ നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ആയ സൈറ്റിൽ നിന്ന് തന്നെ അറിയാൻ കഴിയും. വാലിഡ് പർച്ചേസ് ഡേറ്റ്, ടെലിഫോൺ ടെക്നിക്കൽ സപ്പോർട്ട് ആക്റ്റീവ് ആണ്, അതേപോലെ റിപ്പയർസ് ആൻഡ് സർവീസ് കവറേജ് ആക്റ്റീവ് ആണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആണെന്നുള്ളതും അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. സോ ഇതും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. സോ അപ്പോൾ ഇതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. ഈ ഫോണിന് ജെനുവിനായ ഡീസൻ്റായ ഫ്രഷ് കണ്ടീഷനുള്ള ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത നല്ല ഫോണാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ ഫോൺ അങ്ങനത്തെ കണ്ടീഷനാണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പക്കയായിട്ട് വാങ്ങിക്കുക. ഇനി അടുത്തതായിട്ട് ഒരു സിം എടുത്ത് ഇതിലേക്ക് ഇടുക, കോൾ ചെയ്യുക, കോൾ ചെയ്ത് സംസാരിക്കുക. നെറ്റ്വർക്ക് റിസപ്ഷനിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇയർ പീസിന് വല്ല ഇഷ്യൂസ് ഉണ്ടോ, നമ്മുടെ മൈക്കിന് വല്ല ഇഷ്യൂസ് ഉണ്ടോ, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്രൈമറി ആവശ്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് ചെക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് 2 ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, വീഡിയോ എടുക്കുക, ഇതെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മൊത്തത്തിലൊന്ന് ഉറപ്പിക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ, ഡിസ്പ്ലേ ക്വാളിറ്റി, ഡിസ്പ്ലേ ഡെഡ് പിക്സൽ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സംഗതി ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഈ ആപ്പ് തുറക്കുമ്പോൾ ഈ ആപ്പിനകത്ത് ആദ്യത്തെ ഡിജിറ്റൈസർ എന്ന് വെച്ചാൽ അതിലിങ്ങനെ അവർ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിച്ചാൽ മതി. കണ്ട, ഇത് കാണിക്കുമ്പോൾ ഡിസ്പ്ലേക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു. റൈറ്റ്. ഇനി അടുത്തത് മൾട്ടി ടച്ച്. നമ്മൾ അതിൽ ടാപ്പ് ചെയ്യുന്നു. മൾട്ടി ടച്ചിന് വല്ല ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ 2 വിരലുകൊണ്ട് ടാപ്പ് ചെയ്ത് ഒരു ഇഷ്യൂ ഇല്ല, വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. LCD ചെക്ക്.
ഫേസ് ID, ടച്ച് ID, അങ്ങനെ ഇതിനകത്ത് താഴേക്ക് എല്ലാ സംഭവങ്ങളും മൈക്രോഫോൺ, സ്പീക്കർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരെണ്ണം മിസ് ചെയ്താൽ പോലും ഈ ആപ്പ് അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കും. സോ ഇതിൽ കാണുന്ന എല്ലാ ടെസ്റ്റും ഒന്ന് ചെയ്യാം. സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുകളിൽ iCloud അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് കാണാം. എൻ്റെ ID ആണ് പ്രതാപ് തിലകനാണ്. ബട്ട് നിങ്ങൾ വേറെ ആളുടെ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു iCloud അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യിപ്പിക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ സൈൻ ഔട്ട് എന്ന് കാണാം. അത് സൈൻ ഔട്ട് ചെയ്യിപ്പിക്കുക. സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫൈൻഡ് മൈ എന്നുള്ള ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് മൈ ഐഫോൺ എന്നുള്ളത് ടേൺ ഓഫ് ചെയ്യിപ്പിക്കുക. അത് ഓഫ് ചെയ്തിട്ട് ഈ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യുക. സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം റീസെറ്റ് എന്ന് കൊടുത്ത് റീസെറ്റ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് മൊത്തത്തിൽ അങ്ങ് റീസെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ iCloud അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്ത് സെറ്റാക്കുക. അതോടുകൂടി ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഫുൾ ചെക്കിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വിലയാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ഞാനെടുത്ത ഐഫോൺ പക്ക കണ്ടീഷനാണ്. ഈ പറഞ്ഞ എല്ലാ ചെക്കിങ്ങിലും പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് തന്നെയാണ് വന്നത്. അതിൻ്റെ കാരണം ഇത് 28 ദിവസം മാത്രം ഒരാൾ യൂസ് ചെയ്ത ഒരു ഫോണാണ്. അതായത് 11 മാസത്തോളം വാറണ്ടി റിമെയിൻ ചെയ്യുന്ന ഒരു ഫോണാണ്. സോ ഏറെക്കുറെ ഒരു ഫ്രഷ് ഫോൺ എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ ഒരു iPhone 13 Pro Maxന് എനിക്ക് 96,000 രൂപയോളം വില വന്നത്. ആക്ച്വലി 98 പറഞ്ഞത്. ഞാനൊരു ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ചപ്പോൾ 96 ആക്കി. അതും പോരാ, കാരണം എനിക്കിതിൻ്റെ വാല്യൂ ഇവിടുന്ന് പോകുമ്പോഴേ അറിയാം 13 Pro Max ആണ്. അപ്പോൾ ഇതിനൊരു 94 രൂപ റേഞ്ചിലൊക്കെ വില വരുള്ളൂ എന്ന് നമുക്കറിയാം. അറിഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ 96 ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വില കുറച്ച് ചോദിച്ചു. അവരിപ്പോൾ ഒരു ചാർജർ തരാം, 96 കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചാർജർ തന്നു, ഒറിജിനൽ ചാർജർ. അതിനൊരു 2000 രൂപയുണ്ട്. അപ്പോൾ ഏകദേശം 94. ഇതിൻ്റെ വില എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ വിലയിലേക്ക് ഞാൻ എത്തിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഇത് ഒരു പ്രധാന പോയിന്റാണ്. നിങ്ങൾ പോകുമ്പോൾ ആക്ച്വലി നിങ്ങൾ iPhone 11 ആണോ 13 Pro Max ആണോ എന്താണോ എടുക്കാൻ പോകുന്നത്, അതിന് ആക്ച്വലി മാർക്കറ്റിൽ എത്ര വിലയുണ്ടെന്നുള്ളത് നേരത്തെ ഒന്ന് സെർച്ച് ചെയ്ത് വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കടയിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വിൽക്കാൻ വരുന്നവൻ നല്ല ഇൻ്റലിജൻ്റ് ആയ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ പറയും, ഈ 13 Pro Max ആയത് ഇതിന് 1,10,000 രൂപ വിലയുണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ 1,15,000 ഉണ്ട്, കിട്ടാനില്ല, ഭയങ്കര ഡിമാൻഡാന്നേ, ഈ സാധനം കിട്ടാനില്ല, മാർക്കറ്റിൽ ആരും വിൽക്കുന്നില്ല. iPhone Max എന്ന് പറഞ്ഞാൽ അടിപൊളി ബാറ്ററി ലൈഫ് ഒക്കെ ആയിരുന്നു, ഇത് ആരും വിൽക്കുന്നേ ഇല്ല, ഇത് കിട്ടാനില്ല, അതുകൊണ്ട് 1,10,000 കൊടുക്കാണ്ട് ഇത് കിട്ടില്ല. പിന്നെ നിങ്ങളായതുകൊണ്ട് നമ്മൾ കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു 10,000 കുറച്ചിട്ട് 1,00,000 തരാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ ഒരു 1,000 കൂടി കുറയ്ക്കാം, 99,000. അതിനപ്പുറത്തേക്കില്ല, മാർക്കറ്റിൽ വിലയുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോ എന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കുക ശരിയാണ്, ഉണ്ടായിരിക്കും, ഇത്രയും പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ വിശ്വസിക്കും. ആര് വിഡ്ഢിയായി? നമ്മൾ വിഡ്ഢിയായി. നമ്മൾ നേരത്തെ റിസർച്ച് നടത്തി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതിൻ്റെ പ്രൈസ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പോയത്. 94 ഇതിന് വിലയുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും വാറണ്ടി റിമെയിൻ ചെയ്യുന്ന ഇത്രയും പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഫോൺ എന്ന നിലയ്ക്ക് 94 രൂപ ഇതിന് തീർച്ചയായിട്ടും വിലയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത്. സോ ഈ കാര്യം കൂടി മൈൻഡിൽ വെച്ചിട്ട് സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. സോ iPhone 13 Pro Max അല്ലെങ്കിൽ ഏത് ഐഫോൺ ആണെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം ഒരു ഐഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ ഇതല്ല കേട്ടോ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങിക്കാൻ പറ്റിയ നല്ല സമയം. അതേപോലെ തന്നെ വാങ്ങിക്കേണ്ട ഐഫോൺ ഏതാണ്, നിങ്ങൾക്കൊരു നല്ല ഐഫോൺ വാങ്ങിക്കേണ്ടത് ഏതാണ്, ഐഫോൺ വാങ്ങിക്കാൻ നല്ല സമയം എപ്പോഴാണ്, നല്ല ഡിസ്കൗണ്ട് കിട്ടുക, വില കുറയുക, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മറക്കാതെ കാണുക. iCardൽ എൻ്റെ സ്ക്രീനിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒക്കെ ഞാൻ കൊടുക്കാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു യൂസ്ഡ് ഐഫോൺ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വാങ്ങിച്ച് എനിക്ക് കിട്ടിയ ഐഫോണിൻ്റെ വിശേഷവും ഇങ്ങനെയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.